STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുന്നംകുളം നഗരത്തിലെ കംഫർട്ട് സ്റ്റേഷനുകളിൽ പൈപ്പ് പൊട്ടി മാലിന്യം റോഡിലൂടെ ഒഴുകുന്നു. കേരളത്തിൽ CPM നടത്തുന്ന അതിക്രമങ്ങൾക്കെതിരെ BJPയുടെ പ്രതിഷേധ പ്രകടനം. ബൈക്ക് അപകടം മൂലം ഒരു കുടുംബം തകർച്ചയിൽ. ലക്ഷങ്ങളുടെ കടബാധ്യതയായി അമ്മയും മകനും. കുന്നംകുളം നഗരസഭയിൽ വികസന സെമിനാർ. തണൽ ആർട്സ് ആൻഡ് കൾച്ചറൽ സൊസൈറ്റി ചിറക്കലിന്റെ 9ാം വാർഷികാഘോഷം നാളെ മന്ത്രി ശ്രീ AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്യും. വാർത്തകൾ വിശദമായി. കുന്നംകുളം നഗരത്തിലെ കംഫർട്ട് സ്റ്റേഷനുകളിൽ പൈപ്പ് പൊട്ടി മാലിന്യം റോഡിലൂടെ ഒഴുകുന്നു. കുന്നംകുളം നഗരത്തിലെ സ്വകാര്യ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന കംഫർട്ട് സ്റ്റേഷന്റെ കക്കൂസ് സ്റ്റാൻഡ് പൈപ്പുകൾ പൊട്ടി കക്കൂസ് മാലിന്യങ്ങൾ റോഡരികിലേക്ക് ഒഴുകുന്നു. കക്കൂസ് മാലിന്യം പരന്ന് പരിസരം ദുർഗന്ധം നിറഞ്ഞതോടെ കാൽനട യാത്രക്കാർ ബുദ്ധിമുട്ടിലായി. ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിന്റെ മൂലയിൽ പ്രവർത്തിക്കുന്ന കംഫർട്ട് സ്റ്റേഷന്റെ കക്കൂസ് മാലിന്യമാണ് പുറത്തേക്ക് ഒഴുകുന്നത്. കഴിഞ്ഞ രാത്രിയിലാണ് മാലിന്യം പുറത്തേക്ക് ഒഴുകിയിരുന്നത്. ആധുനിക രീതിയിൽ കംഫർട്ട് സ്റ്റേഷൻ പുതുക്കി നിർമ്മിച്ചെങ്കിലും കക്കൂസ് പൈപ്പുകളും ടാങ്കും വൃത്തിയാക്കിയിരുന്നില്ല. ദുർഗന്ധം ഒഴിവാക്കാൻ ബ്ലീച്ചിംഗ് പൗഡർ വിതറിയിരുന്നെങ്കിലും മാലിന്യ ഒഴുക്ക് നിലച്ചിട്ടില്ല. കേരളത്തിൽ CPM നടത്തുന്ന അതിക്രമങ്ങൾക്കെതിരെ BJPയുടെ പ്രതിഷേധ പ്രകടനം. CPM കേരളത്തിൽ നടത്തുന്ന അക്രമങ്ങൾക്കെതിരെ BJP മങ്ങാട് സെന്ററിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. BJP പോർക്കുളം പഞ്ചായത്ത് കമ്മിറ്റിയാണ് പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചത്. അധികാര തണലിൽ CPM ഗുണ്ടകൾ നാട്ടിൽ നരനായാട്ട് നടത്തുകയാണെന്ന് BJP ആരോപിച്ചു. പ്രതിഷേധ യോഗം BJP സംസ്ഥാന സമിതി അംഗം ശ്രീ PM ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. BJP പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ റോയ് മൊട്ടർ അധ്യക്ഷനായിരുന്നു. യുവമോർച്ച മുൻ ജില്ലാ സെക്രട്ടറി രജീഷ് ഷൈനൂർ മുഖ്യപ്രഭാഷണം നടത്തി. KS രാജേഷ്, മണികണ്ഠൻ കരുമത്തിൽ, ജലജ KV എന്നിവർ പ്രസംഗിച്ചു. പോലീസുകാർ ഞങ്ങളുടെ പ്രവർത്തകരെ കഠിനമായി മർദ്ദിച്ച് അവസരാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് സമാധാനം പറയിപ്പിക്കും. ഞങ്ങൾ ഒരു സംശയം വേണ്ട. എന്താണ് നിങ്ങളുടെയൊക്കെ ഉള്ളിലുള്ള അവികാരം? BJP ബൈക്ക് അപകടം മൂലം ഒരു കുടുംബം തകർച്ചയിൽ. ലക്ഷങ്ങളുടെ കടബാധ്യതയായി അമ്മയും മകനും. 2 വ്യത്യസ്ത ബൈക്ക് അപകടങ്ങളിൽ ജീവച്ഛവമായി ചികിത്സയിൽ കഴിയുന്ന അച്ഛനും മകനും, ഭർത്താവിനെയും മകനെയും ശുശ്രൂഷിക്കുന്ന ഭാര്യയും ഭർത്തൃമാതാവും. മൂത്ത മകന്റെ ചെറിയ ജോലിയിൽ മാത്രം ആശ്വാസം തേടുമ്പോഴും ലക്ഷങ്ങളുടെ കടബാധ്യതയുമായി ഒരു കുടുംബം സമൂഹത്തിന്റെ കാരുണ്യത്തിനായി കേഴുന്നു. ചൊവ്വന്നൂർ കൂവപ്പാട്ടിൽ പ്രേമദാസിന്റെ കുടുംബമാണ് സമൂഹത്തിന്റെ കാരുണ്യം തേടുന്നത്. 2012 ഫെബ്രുവരിയിൽ പ്രേമദാസ് സഞ്ചരിച്ചിരുന്ന ബൈക്ക് വൈദ്യുതി പോസ്റ്റിന്റെ എർത്ത് കമ്പിയിൽ ഇടിച്ച് ഗുരുതരമായി പരിക്കേറ്റ് ശരീരം മുഴുവൻ തളർന്ന് ദീർഘകാലം നീണ്ട ചികിത്സയ്ക്ക് ശേഷം ജീവൻ മാത്രം തിരിച്ചു കിട്ടിയ പ്രേമദാസ് വർഷങ്ങളായി വീട്ടിൽ കിടപ്പിലാണ്. ഒന്ന് തിരിയാൻ പോലും പരസഹായം വേണം. മലമൂത്ര വിസർജനമടക്കം കിടന്ന പായയിൽ തന്നെ. ഭാര്യ അനിതയും മാതാവ് കമലവുമാണ് പ്രേമദാസിനെ ശുശ്രൂഷിച്ചിരുന്നത്. മൂത്ത മകൻ പിനോക് സ്റ്റേഷനറി കടയിൽ ജോലിക്ക് പോയാണ് ഈ കുടുംബം ഭക്ഷണത്തിനുള്ള പണം കണ്ടെത്തിയിരുന്നത്. സഹോദരൻ ആഷിഖ് ആശാരിപ്പണിക്ക് സഹായിയായി പോയിരുന്നു. അച്ഛന്റെ അപകടം ഈ കുടുംബത്തിന്റെ നിലനിൽപ്പ് തന്നെ അവതാളത്തിലാക്കി. കഷ്ടപ്പാടും ദാരിദ്ര്യവും കുടുംബത്തെ വേട്ടയാടുമ്പോഴാണ് ഇടുത്തി വീഴുന്നത് പോലെ അപ്രതീക്ഷിതമായി ഇളയ മകൻ ആഷിഖ് ബൈക്ക് അപകടത്തിൽപ്പെട്ടത്. കഴിഞ്ഞ മാസം 9-ന് ഉച്ചതിരിഞ്ഞ് കുന്നംകുളം തെക്കേപ്പുറത്ത് വെച്ച് ആഷിഖും സുഹൃത്തും സഞ്ചരിച്ചിരുന്ന സ്കൂട്ടിയിൽ കാറിടിച്ചുണ്ടായ അപകടത്തിൽ പിന്നിലിരുന്ന ആഷിഖിന് ഗുരുതരമായി പരിക്കേറ്റു. റോഡിൽ വീണ ആഷിഖിന്റെ തലയിലൂടെ കാർ കയറിയിറങ്ങി തലയോട് പൊട്ടി. തലയോടും താടിയിലും തകർന്ന ആഷിഖ് തൃശൂർ അശ്വിനി ആശുപത്രിയിലെ ചികിത്സയിലൂടെ ജീവൻ തിരിച്ചു കിട്ടിയെന്ന് മാത്രം. നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും സഹായത്തോടെ ആശുപത്രി ചിലവ് നടത്തിയ ഈ കുടുംബത്തെ സഹായിക്കാൻ വാർഡ് കൗൺസിലർ ഷാജി ആലിക്കലിന്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ചു. ഇതിനായി കുന്നംകുളം ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ ബ്രാഞ്ചിൽ അനിതയുടെ പേരിൽ ഒരു അക്കൗണ്ട് ആരംഭിച്ചു. ആശുപത്രിയിൽ കിടക്കുന്ന മകനെയും വീട്ടിൽ തളർന്നു കിടക്കുന്ന ഭർത്താവിനെയും 70 വയസ്സായ ഭർത്തൃമാതാവിനെയും ശുശ്രൂഷിക്കുന്ന അനിതയുടെ സ്ഥിതി വളരെ ദയനീയമാണ്. കണ്ടു നിൽക്കുന്നവരുടെ കണ്ണുകൾ നനയിക്കുന്നതാണ് ഈ കാഴ്ച. ബൈക്ക് അപകടം ഒരു കുടുംബത്തെ തകർത്ത ദയനീയ കാഴ്ച മറ്റുള്ളവർക്കും ഒരു പാഠമാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.
മൂലേപ്പാ ടെക്സ്റ്റൈൽസ് വൺവേ ജംഗ്ഷൻ പഴഞ്ഞി. 6 പതിറ്റാണ്ട് പ്രവർത്തന പാരമ്പര്യമുള്ള മൂലേപ്പാ ടെക്സ്റ്റൈൽസിൽ ലേഡീസ്, ജെന്റ്സ്, കിഡ്സ് എന്നിവർക്കായുള്ള തുണിത്തരങ്ങളുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു. ക്യാപ് ടോപ്പ്, വെൽവെറ്റ് ഫ്രോക്സ്, ഗൗൺ ഫ്രോക്സ്, പാൻ അമേരിക്ക, MCR, രാംരാജ്, ഏഞ്ചൽ ഫോം എന്നീ കമ്പനികളുടെ തുണിത്തരങ്ങളും ലഭ്യമാണ്. മൂലേപ്പാ ടെക്സ്റ്റൈൽസ് വൺവേ ജംഗ്ഷൻ പഴഞ്ഞി. എല്ലാവിധ ഫർണിച്ചറുകളുടെയും ഗൃഹോപകരണങ്ങളുടെയും വിപുലമായ ശേഖരത്തോടുകൂടി ചീരൻസ് ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ് എന്ന സ്ഥാപനം പഴഞ്ഞി അടയ്ക്ക മാർക്കറ്റിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. വെറും 20 ആഴ്ച കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫർണിച്ചർ സാധനങ്ങൾ സ്വന്തമാക്കുവാൻ ഒരു സുവർണാവസരം. ചീരൻസ് ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ്, മെയിൻ റോഡ്, പഴഞ്ഞി. ഫോൺ 94 95 33 13 22, 94 97 88 72 49. ജോലിയിൽ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ശരി, മൈൻഡ് റിലാക്സ് ആയിരിക്കുന്നതിന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് റോജാപ്പാക്ക് മാത്രമാണ്. റോജാപ്പാക്കിന്റെ മണവും രുചിയും നമ്മൾ എവിടെയായിരുന്നാലും മാടി വിളിക്കുമെന്നേ. ചേട്ടാ, റോജാപ്പാക്ക് ശരിക്കും അടിപൊളി തന്നെ. എല്ലാവർക്കും ഇഷ്ടം റോജാപ്പാക്ക്. സൂപ്പറാണ് കേട്ടോ. റോജാപ്പാക്ക് മാനുഫാക്ചറിംഗ് ഓഫീസ്, NVKM and Sons, Dindigul. Stone distributor, Roja Agencies, Kunnamkuളം. Phone 9446 145776, 9446 145778. വാർത്തകൾ തുടരുന്നു. കുന്നംകുളം നഗരസഭയിൽ വികസന സെമിനാർ. സുസ്ഥിര കുടിവെള്ള പദ്ധതികൾക്കായി ചാട്ടുകുളം കുറുക്കൻപാറ കുടിവെള്ള പദ്ധതിയുടെ പുനരുജ്ജീവനം ഉൾപ്പെടെ നിരവധി ജനകീയ പദ്ധതികളുമായി നഗരസഭ വികസന രേഖയ്ക്ക് വികസന സെമിനാർ അംഗീകാരം നൽകി. 13ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി ഈ വർഷത്തെ പദ്ധതികൾക്കായി വിവിധ വർക്കിംഗ് ഗ്രൂപ്പുകൾ തയ്യാറാക്കിയ ജനകീയാസൂത്രണ പദ്ധതിയുടെ കരട് നിർദ്ദേശങ്ങൾ വികസന സെമിനാറിൽ ചർച്ച ചെയ്തു. സെമിനാർ നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ PM സുരേഷ് അധ്യക്ഷനായിരുന്നു. ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ V മനോജ് കുമാർ നവകേരള മിഷൻ വിശദീകരിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KK മുരളി, സുമാ ഗംഗാധരൻ, ഷാജി ആലിക്കൽ, കൌൺസിലർമാരായ KA അസീസ്, MK ജയസിംഗ്, റവന്യൂ ഓഫീസർ M പത്മനാഭൻ എന്നിവർ പ്രസംഗിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗീത ശശി പദ്ധതി അവതരണവും സെക്രട്ടറി EC ബിനോയ് ബോസ് പദ്ധതി അവലോകനവും നടത്തി. പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും സാധിച്ചിട്ടുണ്ട് എന്ന ആത്മവിശ്വാസമാണ് പുതിയ പഞ്ചവത്സര പദ്ധതിയിലേക്ക് കടക്കുന്നതിനുള്ള ഊർജമായി ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. സംസ്ഥാന സർക്കാർ ആവശ്യമായ ഇടപെടലുകൾ നടത്തി ബഹുമാനപ്പെട്ട MLAയും മന്ത്രിയും അതുപോലെ തന്നെ MP-യുടെയും സഹായത്തോടെ കാലങ്ങളായുള്ള ഈ പട്ടണത്തിന്റെ വികസന ആവശ്യങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കാൻ സാധിച്ചിട്ടുണ്ട്. തണൽ ആർട്സ് ആൻഡ് കൾച്ചറൽ സൊസൈറ്റി ചിറക്കലിന്റെ 9ാം വാർഷികാഘോഷം നാളെ മന്ത്രി ശ്രീ AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്യും. ചിറക്കൽ തണൽ ആർട്സ് ആൻഡ് കൾച്ചറൽ സൊസൈറ്റിയുടെ 9ാം വാർഷികാഘോഷം
നാളെ മെയ് 21 ഞായറാഴ്ച ഉച്ചയ്ക്ക് 5:30 ഉച്ചതിരിഞ്ഞ് 5:30 മന്ത്രി ശ്രീ AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്യും. ചിറക്കൽ TR അപ്പുവേട്ടൻ ഗ്രൗണ്ടിൽ നടക്കുന്ന ചടങ്ങിൽ തണൽ പ്രസിഡന്റ് ശ്രീ ഷമീർ ഇഞ്ചക്കാലിൽ അധ്യക്ഷത വഹിക്കും. ചികിത്സാ സഹായദാന വിതരണം കാട്ടകാമ്പൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ CK സദാനന്ദൻ മാസ്റ്ററും SSLC അവാർഡ് വിതരണം തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ K ജയശങ്കറും പഠനോപകരണ വിതരണം ശ്രീ MS മണികണ്ഠനും നിർവഹിക്കും. വർഷങ്ങളായി കാട്ടകാമ്പൽ പഞ്ചായത്തിൽ നിരവധി സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സംഘടനയാണ് തണൽ ആർട്സ് ആൻഡ് കൾച്ചറൽ സൊസൈറ്റി. വിപണി അടയ്ക്ക പുതിയത് 4200 രൂപ മുതൽ 4625 രൂപ വരെ. രണ്ടാം തരം 3000 രൂപ മുതൽ 3550 രൂപ വരെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുന്നംകുളം നഗരത്തിലെ കംഫർട്ട് സ്റ്റേഷനുകളിൽ പൈപ്പ് പൊട്ടി മാലിന്യം റോഡിലൂടെ ഒഴുകുന്നു. കേരളത്തിൽ CPM നടത്തുന്ന അതിക്രമങ്ങൾക്കെതിരെ BJPയുടെ പ്രതിഷേധ പ്രകടനം. ബൈക്ക് അപകടം മൂലം ഒരു കുടുംബം തകർച്ചയിൽ. ലക്ഷങ്ങളുടെ കടബാധ്യതയായി അമ്മയും മകനും. കുന്നംകുളം നഗരസഭയിൽ വികസന സെമിനാർ. തണൽ ആർട്സ് ആൻഡ് കൾച്ചറൽ സൊസൈറ്റി ചിറക്കലിന്റെ 9ാം വാർഷികാഘോഷം നാളെ മന്ത്രി ശ്രീ AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്യും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി.